ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ കഥ കൂട്ടുകാരിയുടെ സഹോദരിക്ക് മാരേജ് എൻഗേജ്മെന്റ് നടക്കുകയാണ്. ആ എൻഗേജ്മെന്റിൽ പങ്കെടുക്കാൻ കൂട്ടുകാരി അമ്മയെയും കൊണ്ടുവരികയാണ്. വീട്ടിലെത്തുമ്പോൾ പെൺകുട്ടിയെ കാത്ത് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട കാമുകനും നിൽക്കുകയാണ്. ഈ അവസ്ഥയിൽ ഇവിടെ അരങ്ങേറാൻ പോകുന്ന പ്രാങ്ക് ബ്ലാസ്റ്റ് എന്താണെന്ന് കാണാം. നിന്റെ കൂട്ടുകാരികൾ അകത്തുണ്ടല്ലോ, അവർക്ക് അറിയാലോ. ചെല്ല് സെറ്റാണ്. ഞാൻ നീ സെറ്റ് ചെയ്തോ. ചടങ്ങ് കഴിഞ്ഞിട്ട് പോവാം കേട്ടോ. 2 മണിയാവും കേട്ടോ മോളെ. അത് കഴിഞ്ഞിട്ട് കേട്ടോ ചേച്ചി. ഇന്ന് പോണോ? ഇനി വീട്ടിൽ പോയാ മതി. സുമതിയെ വിളിച്ച മധുവിന്റെ കൂടെ വരാൻ നിൽക്കണം. യവക്ക് ഇതിന്റെ വല്ല കേടുകൊണ്ടാ. അവൻ നടന്നിങ്ങോട്ട് കയറാനുള്ള മധു ഇനി വന്നിട്ട് വേണം യവക്ക് ഇങ്ങോട്ട് വരാൻ. ചേട്ടാ ഇവൻ ഇവിടെ നിൽക്കുന്ന രാവിലെ ഉണ്ടല്ലോ ഇവിടെ. രാവിലെ ഇത് മറ്റേ പരിശോധിക്കലെ പയ്യനില്ലേ? വന്നോണ്ടില്ലാവണം. ഓക്കെ മാമ വിളിച്ചാ? ഇല്ല ഞാൻ വിളിച്ചില്ല. എനിക്ക് അവന്റെ തന്റെയൊക്കെ അറിയാം. നിനക്കറിയോ? നിനക്കറിയോ ഇയാളെ? നേരത്തെ അറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ട്. ഇവനെയാ? എങ്ങനെ പരിചയപ്പെട്ടത്? ഫ്രണ്ടായിട്ട് പരിചയപ്പെട്ടു. പിന്നെ 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 നിന്നെ ആര് വിളിച്ചു? ഞാൻ വിളിച്ചു. ഞാൻ പോണേ. അല്ലേ അത് സംസാരിച്ചിട്ട് തന്നെ ആരോടാ വിളിച്ചത്? തന്റെ എന്റെ അരി വിളിച്ചു. ഞാൻ വന്നു. ഏതാനി ഇറങ്ങ്. അമ്മ പറയണ ഏക്ക്. ഇറങ്ങ്. അല്ല നിക്ക് എന്തൊരു പ്രശ്നം? എടാ നീ മറ്റേ പരിശോധിക്കലെ രായന്റെ മോനില്ലേ? നല്ല കുടുംബത്തിൽ പറഞ്ഞ കൊച്ചുമായിട്ട് നിനക്ക് എന്താ കമ്പനി? നിനക്ക് ഇവിടെ ഞാൻ നേരത്തെ FB വഴി എങ്ങനെ പരിചയപ്പെട്ടു? പരിചയപ്പെട്ടൊന്നുമില്ല. ഒരു ദിവസം വീട്ടിലിരുന്നപ്പോ ആള് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ട് മെസ്സേജ് ഇട്ട് തുടങ്ങി. തേക്കലുണ്ട് ബിന്ദുവിന്. ഇറങ്ങ്. അല്ല തന്നെ വിളിച്ചു. ഇവര് പരിചയപ്പെട്ടു. എന്തായാലും ബന്ധം ഇയാള്. ഞങ്ങള് ഇഷ്ടത്തിലാണ്. എവിടെ അമ്മ പറയണ മനസ്സിലാക്കും. പറയണ മനസ്സിലാക്കാനാണ് നിക്കണം. ഞങ്ങൾ മുതിർന്ന ആൾക്കാരുണ്ട്. പറ. ഇഷ്ടത്തിലാണ്. അമ്മ ഞാൻ പറയട്ടെ, ആള് പാവമാണ്. ആള് പാവോ പണക്കാരോ ആവട്ടെ, എനിക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നീ ഇറങ്ങി വീട്ടിൽ നിന്ന്. അപ്പൊ നീ ഇതാ ഹോസ്റ്റലിൽ നിന്ന് വിളിക്കണേ. അത് ലോകം ഇതാ എങ്ങനെ ആവട്ടെ, അത് അവന്റെ അച്ഛനും അമ്മയും തീരുമാനിച്ചോളൂ. ഇറങ്ങി മുത്തു. അമ്മ എന്ന് പറയുന്ന അമ്മ മിണ്ടായിക്കമ്മേ. അമ്മ ഞാൻ അതിനൊന്നും മിണ്ടിയില്ലല്ലോ. ആളെന്നോട് വന്ന് കാണാൻ വന്ന് ഞങ്ങൾക്ക് കാണാൻ. അമ്മ അതിന് എന്ത് ചൂടാവണേ ഇത്രയ്ക്ക്? അമ്മ വേറെ ഒന്നും ഇല്ല. ആള് പാവമാണ്. നിങ്ങൾക്ക് എഴുതി കൊടുത്തേരെ. കണ്ട് നിനക്ക് അറിയാൻ പരിചയമുണ്ട്. അത്രയും മതി പരിചയം. അമ്മ പറയണ എത്ര കാലമായിട്ട് അറിയാം? 2 വർഷമായിട്ട്. എന്നിട്ട് നീ ഇതിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നേ? അല്ല, ഇവിടെ ആളുടെ വീട്. അപ്പൊ ഞാൻ പരിപാടി എന്ന് പറഞ്ഞു.
അല്ലെ ഇവിടെ അമ്മ മിണ്ടായിരിക്കും. എന്ത് കണ്ടിച്ച് അവിടെ ഇരിക്ക്. അവിടെ ഇരിക്ക്. ഞാൻ പറഞ്ഞത് ഇറങ്ങ നീ ഇരിക്കി അവിടെ ഇരുന്ന് ഇരിക്കി മാറിയില്ലടാ അങ്ങോട്ട് മാറി ചേട്ടാ കുറച്ചു നേരം ഇല്ല, അമ്മക്ക് ദേഷ്യം വന്നു. ദേഷ്യം വന്നാ അവിടെ ഇരിക്കാം ഞാനാണ് നിന്റെ അമ്മ അമ്മ പറഞ്ഞു ഞാനടി അമ്മ ഞാൻ ഞാനടി അമ്മ മിണ്ടി പോവരുത് ബിന്ദുവിന്റെ ഇല്ല അടുത്ത്. അമ്മ. നിന്നോട് ചേട്ടാ പറയണ കേക്ക് ബിന്ദുവിന്റെ അടുത്ത് ചേട്ടാ. മിണ്ടി പോവരുത് ഇല്ല അമ്മ അപ്പൊ മിണ്ടാതിരുന്നേ. മിണ്ടി പോവരുത് അല്ലെ ആരും വേണ്ടിയില്ല നമ്മളുണ്ട്, നമുക്ക് ജീവിക്കാം. അമ്മ ഒന്ന് തണുക്കട്ടെ ചേട്ടാ, ഒന്ന് മിണ്ടാതിരിക്കും. എന്തോന്നതാണ് തണുക്കാത്തത് ഫ്രിഡ്ജായത് എന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ നീ കണ്ടോണ്ടിരിക്കണം. നിങ്ങൾ നിന്റെ കഴുത്തിനെ ഞാൻ വെട്ടിയിട്ടേ പോകും. ബിന്ദു കഴുത്തിനെ വെട്ടി നിന്നെ ഞാൻ നീ എന്നെ അറിഞ്ഞൂടാ. എനിക്ക് പണം അമ്മ ആദ്യം പറയണോന്ന് പറ നീ പറ. അമ്മ ഇപ്പൊ എനിക്ക് ആളെ പരിചയമായി. ഇതുവരെ ഞാൻ കാണുന്നതും കുറവാ. ഞങ്ങൾ പഠിക്കാൻ പോലും കാണാൻ പറ്റില്ല. എനിക്കൊന്ന് കാണണോന്ന് പറഞ്ഞ ആളിവിടെ വന്ന്, അത് ഇവരാരെയും നാണം കെടുത്താൻ വേണ്ടിയൊന്നും അല്ല. ഇതിനാ നിന്നെ ഞാൻ പഠിപ്പിച്ചത്. ഇതിനാ ഞാൻ പാത്രം കഴിഞ്ഞ ആൾക്ക് നല്ല ജോലിയൊക്കെ ഉണ്ട്. ജോലി വഴുപ്പ് അവന്റെ വഴുപ്പും കൊണ്ട് നീ വാരി നമുക്ക് പോയി സൂത്തടി. നീ എന്താണ് ജോലിയാടാ? നീ എന്താണ് ജോലി? നിനക്ക് എന്താണ് ജോലി? എനിക്കിപ്പോ സഹോദരി ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എന്താണ് ജോലി? പിള്ളേ നിങ്ങൾക്ക് എന്ത് ജോലി ആയിരിക്കട്ടെ, നിങ്ങളെ ജോലി നിങ്ങളെ മനസ്സിൽ ഇരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബിന്ദു മുത്തു ഉറങ്ങും. മാമി ഏത് മാമിയാടാ? അവള് അമ്മയാകുമ്പോ എന്റെ മാമി. നീ എനിക്ക് അമ്മ മിണ്ടാതിരി അമ്മ. നിനക്ക് എങ്ങനെയാടാ യോഗ്യത? നിനക്ക് എന്ത് യോഗ്യത? ആണല്ലേ കൈ മരിച്ച് പൊട്ടുവിട്ട് നീ പൊന്നുപോലെ നോക്കാന്ന് എങ്ങനെയാടാ നിനക്ക് യോഗ്യത? നീ അമ്മ പോണേ, നീ വല്ലവരും അമ്മ ചേട്ടനൊന്നും പറയില്ല. പോടാ, പോടാ. ചേട്ടായി അമ്മ എനിക്കറിയാം ആളെ പറ്റി എല്ലാ 2 വർഷമല്ലേ ഉള്ളൂ, 2 കാര്യങ്ങളും. ഇല്ല ചേട്ടാ, ആള് ജോലിയൊക്കെ ഉണ്ട്. ഒരു ജോലിക്കും പോകൂല. യവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാം. യവനെ ഇപ്പൊ പറഞ്ഞു ചേട്ടൻ ഒന്ന് നമ്മളെ നിന്നെ അറകുറ്റിയിൽ വെച്ച് അറിഞ്ഞ് ചീങ്കണിക്ക് വെട്ടി പറയണ കേളം. ചീങ്കണിക്ക് വെട്ടി നുറുക്കി ഇട്ടിട്ട് ബിന്ദുവും ചാവും. ഇത് ഇയാളെ ഇവിടെ വെച്ച് നിനക്ക് അറിയാമോ? അറിഞ്ഞൂടെ അറിയാമോ? അവൻ പറയുന്ന അറിയാം, 2 വർഷമായിട്ട് അറിയാം. അറിയാന്ന് രാത്രി തോറും വിളിയും കാര്യങ്ങളും ഒക്കെ സംസാരമുണ്ട്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം അമ്മ ആളെ എന്നെ ആളിനെ നീ അറിയണ്ട. നിനക്ക് കല്യാണം ഒന്ന് നമ്മളെ ജീവിതം എന്തരാണ്? പൊന്നെ പോലെ വളർത്തി ഇത്ര സുന്ദരിയായ മാറി നിക്കേ. നീ മാറിയില്ലടാ. നമ്മളെ ജീവിതം ചേട്ടാ എന്തോന്ന് പറയണ കേളം. ചേട്ടാ എന്റെ ജീവനെ പണയം വെച്ച് ഞാൻ അമ്മ ജീവിച്ചു. എന്നെ ഞാൻ ആർക്ക് വേണ്ടി ജീവിച്ചു? എനിക്കറിയാം അമ്മ. വേണ്ട, നീ ഇനി ഒന്ന് എന്റെ പൊന്നു മുത്തു നീ എനിക്ക് തന്നല്ലോ അപ്പി. നീ നിനക്ക് ആര് വേണം? അമ്മേരെ ജീവൻ വേണോ? ഇയാള് വേണോ? എനിക്ക് അമ്മയും വേണം. അമ്മേരെ ജീവൻ വേണോ? ഇയാള് വേണോ? അമ്മേരെ ജീവൻ വേണോ? ഇയാള് പഠിച്ച് ഞാൻ ജോലിയൊക്കെ വാങ്ങി. സ്റ്റോപ്പിംഗ് ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. അമ്മേരെ ജീവൻ വേണോ? ഇയാള് വേണോ? ഒറ്റ വാക്ക്. കൊച്ചെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. അമ്മേരെ ജീവൻ വേണോ? അമ്മേരെ ജീവൻ നിനക്ക് അമ്മക്ക് സമാധാനം. എല്ലാരും അമ്മ അമ്മ അടിക്കല്ലേ അമ്മ. എല്ലാം അമ്മ അടിക്കല്ലേ. പറയണ കേളമ്മ. എടാ, ഏതൊക്കെ ചക്ക? നിനക്ക് എന്തൊരു ബിസിനസ് എന്നാണ് കേട്ടെ? എനിക്കാ ജോലിയാവും ഉടനെ. എടാ, എന്തൊക്കെ ജോലി? ഞാൻ ജോലിയുടെ കാര്യം ഒന്നുമല്ല ചോദിച്ചത്. നിനക്ക് എന്തൊരു ബിസിനസ്? അവളെ കല്യാണം കഴിച്ചു പറഞ്ഞാൽ ഞാൻ ബിസിനസ് തുടങ്ങും. എന്തൊരു കല്യാണം? നീ അവളെ കല്യാണം കഴിക്കോടാ? ശരി കല്യാണം കഴിച്ചിട്ട് നീ എന്തോന്ന് ബിസിനസ് തുടങ്ങി? ഇതിനോടൊന്നും അച്ഛനോട് ചക്ക കച്ചവടത്തിനു ചക്ക കച്ചവടത്തിനാ? എന്താ പൊന്നു മച്ചേ, നിന്നെ ചക്ക വിൽക്കാൻ കണ്ട് പാലഞ്ചി. അമ്മ നീ മിണ്ട. പോല പോണേ. ഞാൻ പൊന്നോലെ നോക്കിക്കോളാം. പൊന്നോലെ നിന്റെ പൊന്ന് എവിടെയാടാ? എനിക്ക് പൊന്നും വെള്ളിയും ഒന്നുമില്ലടാ. എന്റെ മക്കളായിരുന്നടാ എന്റെ പൊന്ന്. ഫേസ്ബുക്കിൽ കാണുമ്പോ പ്രൊഫൈൽ കയറി നോക്കണ്ടേ കൊച്ചെ? നാണമില്ലേ? ചേച്ചി അവ ചേച്ചി, അങ്ങനെയല്ല. നീ വീട്ടിൽ പോവരുത്. നിന്നെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ കഷ്ടപ്പെട്ടോ. നിന്നെ വീട്ടിൽ പോവരുത് നീ. മോളെ ഞാൻ ഇപ്പൊ എന്താണ് ചീത്തയാക്കുന്നത്? അയ്യോ. വടി. ആ, എന്നാ നീ വിളിച്ചോണ്ട് പോടാ. അമ്മ ഒന്ന് ധൈര്യം ഉണ്ടെങ്കിൽ പിടിയിടാ കല്യാണം അമ്മ പറയൽ ആ മോളെ അടിക്കരുത്. മോളെ ഇവൻ വശമ്പതയാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. കൈവശം വെച്ചിരിക്കണം. കൊച്ചിനെ കുറ്റം പറയണേ. യവനാണ് കാരണക്കാരൻ. ഇവനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. അവന്റെ അഡ്രസ് പറയടാ. പൊടിവല്ല അഡ്രസ് പറയടാ. എനിക്ക് പെണ്ണന്വേഷിച്ച് വരണ്ടേടാ. പറയടാ അഡ്രസ് പറയടാ. അഡ്രസ് ഞാൻ പിന്നെ പറയാം.
പോയാ മതി. പരിശോധിക്കല് എന്നിട്ടേ ഞാൻ പോണല്ലോ. എനിക്ക് വരണം നാളെ എന്റെ മോളെ എൻഗേജ്മെന്റ് എനിക്ക് അവിടെ വെച്ച് അങ്ങോട്ട് നടത്തണം. വരാം. ഇവിടത്തെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഞങ്ങൾ വരാം, ഞങ്ങളെ വീട്ടിലോട്ട് വരാം. നീ വരണ്ട. നിന്റെ വീട്ടിൽ പെൺവീട്ടുകാർ എന്റെ ഭർത്താവ് വന്നതിന് ശേഷം എന്തിനാണെന്ന് തീരുമാനിച്ചിട്ട് നീ അങ്ങോട്ട് വന്നാ മതി. നീ ഇപ്പൊ അഡ്രസ് പറ. അവിടെ നില്ലടാ. നീ അഡ്രസ് പറയണം. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ സ്റ്റേഷനിൽ വിളിക്കും. ചേച്ചി പോലീസ് സ്റ്റേഷൻ എനിക്ക് വിഷയമുള്ള അറിയുന്നു. പോലീസ് സ്റ്റേഷൻ ഒരു വിഷയമല്ല. എഴുതടി. നീ വീഡിയോ ഇടറി. പോലീസിന് ഒരു അഹങ്കാരം. ഇവന്റെ തന്റെ അങ്ങനെ തന്നെ ഇവനും അങ്ങനെ തന്നെ. ഒരു നാട്ടില് പ്രായപൂർത്തിയായ ഒരുമിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട്. മനസ്സിലായില്ലേ? അതിന് പോലീസിനെ പേടിക്കണം, വേറെ പേടിക്കണ്ട. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ ഇന്നുകൊണ്ട് കല്യാണം കഴിച്ചിരിക്കും. ഒരു മാറ്റം വേണ്ട. എന്നാ നീ കെട്ടടാ. അത് ആരും ഉണ്ട്. എന്നാ നീ കെട്ടടാ. നീയുണ്ടല്ലേ? നമ്പരുതാ മക്കളെ. നമ്പര്. അപ്പൊ ഇത് കണക്ക് കൂട്ടിയല്ലേ? യവൻ കണക്ക് കൂട്ടി. അവനെ നിനക്ക് ഇഷ്ടമില്ല. നീ പഠിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ബിന്ദു തീരുമാനിച്ചു പറ. കുടുംബക്കാർ തീരുമാനിച്ചോ? ആ, പറ. ഞാൻ ഇവിടുന്ന് ജീവനോടെ പറഞ്ഞോക്കി പറ. പറ. ഇവിടെ വെച്ച് പറയടി. ഞാൻ കെട്ടാടി. പറ. നീ എന്നെ കെട്ടിയിട്ട് പോ. അമ്മ മിണ്ടാതിരി അമ്മ. എന്നെ കെട്ടും. ഞാൻ അവളെ കെട്ടും. നീ എന്നെ കെട്ടിയിട്ട് അമ്മ എനിക്ക് അമ്മ വാ. പിന്നെ നമ്മൾ മര്യാദയ്ക്ക് പ്രായപൂർത്തിയ ആൾക്കാർ കല്യാണം കഴിക്കാന്ന് വെച്ചിട്ട് സമ്മതിക്കുകയില്ല. എടി നീ പറ. നിനക്ക് ഈ അറിഞ്ഞൂടാന്ന് പറ. 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 ഇതാ ഇവിടെ പറയൂല അവള്. എവിടെ പോയിട്ട് എവിടെ പോയിട്ട് ഇത് യവൻ എന്തോ പൊടി കലക്കി കൊടുത്തിട്ടിരിക്കുകയാണ്. അത് തന്നെയാണ് എന്ത് ഈ കൊച്ചു ഇങ്ങനെ അങ്ങ് മാറിപ്പോയത്. അവന്റെ ഒരു കുറിയും എല്ലാം നോക്കിക്കാണ്. ചേച്ചി ചേട്ടനൊന്നും പറയില്ല. പിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ എടുക്കട്ടെ അവന്. നാണം ഇല്ലാത്തവനാണ് അവൻ. എടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമല്ല. എന്തിനാണ് പോലീസിനെ വിളി. പോലീസിനെ ഞാൻ വിളിക്കാം. പോലീസിനെ വിളിച്ചാണ്. പോലീസിനെ വിളി. മാമൻ വിളിക്കും. ഞാൻ വിളിക്കാം. സാറേ, സാറേ, ഹലോ സാറേ, ഞാൻ രാഘവ പണിക്കരാണേ. സാറേ ഒരു മിനിറ്റ് സാറേ ഒരു മിനിറ്റ് സാറേ. സാറേ, സാറേ എസ് ഐ സാറേ ഒന്ന് അല്ലെങ്കിൽ അവിടെ രണ്ട് മൂന്ന് ജീവൻ തരാം. ജീവൻ സാറേ ഞാൻ കൊടുക്കാമേ. ഇവിടെ ഇത്തിരി വിഷയം സാറേ. ഹലോ എന്റെ പൊന്ന് സാറേ, ഞാനിവിടെ എനിക്ക് ഈ സ്ഥലം അറിയില്ല. എന്റെ മോളെയും കൂടെ എൻഗേജ്മെന്റിന് വന്നപ്പോ ഒരു ഫ്രാഡ് കൊറ്റാമോ എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ മോളെ കെട്ടാൻ വേണ്ടി വള്ളിയും വെച്ചോണ്ട് നിക്കണേ. എന്റെ പൊന്ന് സാറേ, ഞാൻ എവിടെയെങ്കിലും വിഴുന്ന് ചത്തുപോകും. ഈ സ്ഥലത്ത് പറഞ്ഞു കൊടുക്കും. സാറേ കൊറ്റാമ സാറേ. സാറേ കൊറ്റാമ കൊറ്റാമ എന്റെ പൊന്ന് സാറേ, സദാശിവ പണിക്കേട്. എന്റെ ജീവനെ എടുത്ത് നിൽക്കുന്നു. കൊറ്റാമത്ത് സദാശിവ പണിക്കേടെ മോള് ചെറുമോളെ വീടെന്ന് പറഞ്ഞാൽ മതി സാറേ. എസ് ഐ സാറ് നേരിട്ട് വരികയാണ്. എസ് ഐ സാറ് വന്ന് മോഡൽ ചോദിക്കുകയാണ്. അമ്മയുടെ കൂടെ കേക്കട്ടെ ഞാൻ അയ്യോ. അമ്മയുടെ കൂടെ പോണോ അതോ ചേട്ടന്റെ കൂടെ പോണോ ചോദിച്ചാൽ ആരോടെ പോകും? എനിക്ക് കുറച്ച് ആലോചിക്കണം. ആലോചിക്കാൻ ആരാലോചിക്കാൻ? ഇപ്പൊ എന്റെ മോള് എന്റെ പൊന്നു മുത്തു. അമ്മ സമാധാനം. അമ്മയ്ക്ക് അറിഞ്ഞൂടാത്തന്നെ ആ ചേട്ടൻ ഒരു പാവം. ഇവിടെ പാവോ 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 പാവോ. ഞാൻ അവളെ കെട്ടാം. പോലീസിന്റെ അറമ്പൊടിയോടെ നമുക്ക് കെട്ടാം. അതിനൊന്നും പോയി കെട്ടണ്ട. നീ പിന്നെ നിങ്ങൾ അവരെ അടിക്കുന്നത് അവളെ അടിക്കാൻ നിനക്ക് എനിക്ക് തോന്നും. നീ പോലീസിന്റെ അറമ്പൊടിയോടെ മക്കൾക്ക് കെട്ടാം. അവിടെ ഇരി. ശരി എനിക്ക് ഇയാളെ ഇഷ്ടമില്ല. ഞാൻ ഉള്ള കാര്യം പറയുന്നത് ഇഷ്ടമല്ല പറഞ്ഞോ. നീ അങ്ങനെ ജീവിക്കാൻ നിനക്ക് തീരുമാനം ഉണ്ടെങ്കിൽ നിനക്ക് പപ്പയില്ല. പപ്പ മരിക്കും അതോടെ. അമ്മയെ മരിക്കും. പിന്നെ അണ്ണന്റെ കാര്യം നിനക്ക് അറിയാലോ. അണ്ണന്റെ കാര്യം അറിയാലോ. അമ്മക്ക് ആരുമില്ല. എനിക്ക് ഇഷ്ടമില്ല. ഇഷ്ടമല്ല തന്നല്ല തന്നല്ല. ഓക്കെ ആണല്ലോ. ഓക്കേ. അപ്പൊ കൗമുദി ടിവിയിലെ ഓ മൈ ഗോഡ് ആണ് സത്യം എന്ന് പറ. കൗമുദി ടിവിയിലെ ഓ മൈ ഗോഡ് പ്രോഗ്രാം ആണ് സത്യം. അമ്മ പറയണ ആളല്ല വേറെ ആരെയും ഒരു ഉമ്മോട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മോട്. ഉമ്മോട് കെട്ടിപ്പിടിച്ചോ. കെട്ടിപ്പിടിക്കാൻ മറത്തെ എന്റെ മോന്റെ കൂടെ പറയണേ. ഇനി മക്കൾ അവിടെ. എന്റെ പൊന്നു മോനെ, ഞാൻ ഒരു പിള്ളേരെ ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങളെയൊക്കെ കാണുമ്പം ഞാൻ പറഞ്ഞു മനസ്സിലാക്കും, മക്കളെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന്. ഞാൻ പാത്രം കഴുകി 19 വർഷം
എച്ചി പാത്രം കഴിവാണ് എൻ്റെ 2 മക്കളെയും വളർത്തിയത്. അപ്പോഴാണ് എനിക്ക് ദൈവം ഒരു ജോലി തന്നത്. മനസ്സിലാക്കണം. എൻ്റെ കുടുംബം എല്ലാം തകർന്ന് തരിപ്പണമായപ്പം ഞാൻ എരന്നാണ് എൻ്റെ മോളെ പഠിപ്പിക്കാൻ കൊണ്ടാക്കി. എനിക്കതറിയണം. അവള് പഠിച്ച് ഒരു നല്ല നിലയിൽ എത്തുമല്ലോ ദൈവമേ. ഇന്നെങ്കിലും എനിക്ക് വാരിയും കോരിയും സാമ്പത്തികം കൊണ്ട് തരാനല്ല എൻ്റെ മോളെ ഞാൻ പഠിപ്പിക്കണത്. വാടക വീട്ടിൽ കിടക്കണേ എനിക്ക് ഒരു അത്താണി ആവാൻ വേണ്ടി ഞാൻ അവളെ പഠിപ്പിച്ചു. പക്ഷേ നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല മക്കളെ. ഞാൻ ദോശക്കല്ല് മൊബൈല് വാങ്ങിച്ചു കൊടുക്കുമ്പം പറയും അതില് നില്ലേ അതിൽ അഴുക്കുണ്ട് നല്ലതുണ്ട് എല്ലാം ഉണ്ട്. നീ അഴുക്കെ കളയണം, നല്ലതെടുക്കണം എന്ത് ഞാൻ പറയും. പിന്നെ അമ്മ ഇറന്നതുപോലെ നീ ഇറക്കരുത്. ഒരിക്കലും പേപ്പറാണ്. നമ്മൾ പറഞ്ഞില്ലേ മോളെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് ഇതൊരു പ്രോഗ്രാമാണ്. പ്രാങ്ക് ഷോയാണ്. അവിടെയൊക്കെ ക്യാമറ ഉണ്ട്. അല്ലാതെ ആരും മോളെ കൊണ്ടുപോണില്ല. മോക്ക് ആരും ഇഷ്ടമല്ല. അമ്മയ്ക്ക് വെള്ളം വേണോ? അത് കറക്റ്റ്. അത് അമ്മയിലങ്ങനല്ലേ പറയുള്ളൂ. അത് കുഴപ്പമില്ല. അമ്മ വിഷമിക്കാണ്ടായി. കഷ്ടപ്പെട്ട് വളരുന്ന കൊച്ചു തന്നെ അത് അവൾക്ക് ഓർമ്മ ഉണ്ട്. അവൾ ഒരു ഗിഫ്റ്റ് തന്നതാണ്. അമ്മ വിളിച്ചൊന്ന് പറ്റി. കമ്മിറ്റിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടും സ്വീകരിക്കുക. ആദ്യം ക്യാഷ് പ്രൈസാണ്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിൻകര നൽകുന്ന സമ്മാനം. വിളംബരത്തിൻ്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവലറി കുണ്ടറ നൽകുന്ന സമ്മാനം.